കലോത്സവ നഗരിയിൽ അമൃതയുടെ പവലിയനിൽ നിന്നും അമൃത ന്യൂസിൻ്റെ പവലിയനിൽ നിന്നും ശ്രീജയും ശ്രീജിത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും എല്ലാ വേദികളും ഉണർന്നു കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ പൂക്കളും വിടർന്നു തുടങ്ങി. രണ്ടാം ദിവസം മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇനി ഏതൊക്കെ മത്സരങ്ങളാണ് പ്രധാനമായും വേദികളിൽ എത്തുക? കാരണം നാടകമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വരേണ്ടതായിട്ടുണ്ട്. വേദികളൊക്കെ ഉണർന്നു കഴിഞ്ഞു. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മിമിക്രി വേദിയും പ്രധാന വേദിയും മാത്രമേ ഉണർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാ വേദിയും സജീവമായിട്ടാണ്. മംഗലങ്ങളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല വേദികളും ഇപ്പോൾ ഇനി ചുരുക്കം വേദികൾ അല്പസമയത്തിനുള്ളിൽ മത്സരം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രണ്ടാം ദിവസത്തിലെ മുകുളങ്ങളെ വിരിയിക്കാനുള്ള വേദികൾ, അതായത് പൂക്കളുടെ പേരുകളാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വേദികൾ എല്ലാം തന്നെ വിരിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും. ഇന്ന് വളരെ വ്യത്യസ്തമായ രണ്ട് അതിഥി കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഈ കോൺവെർസേഷൻ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ പൊതുവെ, ഇപ്പോൾ കേരളത്തിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഒക്കെ കേൾക്കാം. കലോത്സവത്തിൽ പക്ഷേ എന്താണ് സംസ്കൃതത്തിൽ കേൾക്കാം, അറബിയിൽ കേൾക്കാം, അങ്ങനെ പലവിധ ഭാഷകൾ കേൾക്കാം. മാത്രമല്ല ഈ അറബി എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ഒരു പ്രാചീന കാലഘട്ടം മുതൽ തന്നെ നമുക്ക് ആ ബന്ധങ്ങൾ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെ പറയാൻ പറ്റും. ഇവരും ഇപ്പോൾ പുതിയ മത്സര ഇനങ്ങളിൽ പോലും ആ കാലഘട്ടത്തിൻ്റെ പോലും ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രണ്ടുപേർ മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് യാസീനും എത്തിയിരിക്കുന്നത്. അവർ അറബിക് കോൺവെർസേഷൻ, അറബിക് സംഭാഷണത്തിലാണ് അവർ മികവ് തെളിയിച്ചിരിക്കുന്നത്. അവർ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അത് കാണുന്നത് നമുക്ക് പരസ്പരം കൗതുകമാണ്. രണ്ട് മലയാളി കുട്ടികൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അറബിയിൽ സംസാരിക്കുന്നു. അത് നമുക്ക് പ്രേക്ഷകർ കൂടി ആ കാഴ്ച കാണാം. കഴിഞ്ഞ തവണ ഇവർ നമ്മുടെ പവലിയനിൽ തന്നെ എത്തി അവതരിപ്പിച്ചതാണ്. ഇത്തവണ അതുകൊണ്ട് നമ്മളെ തന്നെ തേടി അവർ വീണ്ടും അതാണ് സ്നേഹം, അതാണ് ആ ബന്ധം. എന്തായാലും മുഹമ്മദ് യാസിനും അറബിയിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കാം. السلام عليك يا محمد. شلونك؟ السلام ورحمة الله وبركاته. كيف أمورك؟ الحمد لله طيب. يا محمد أنت متأخر جدا. أنا ما قلت لك أن تنزل بسرعة. صحيح كلامك صحيح. هذا لأن قطاري كان متأخرا جدا ونزلت من البيت متأخرا. لا مشكلة يا محمد. هذا فرصة أن نغتنم أكثر فأكثر لأننا صحيح قد تأخرنا كثيرا إلى هذا المدة. أيضا صحيح علينا أن نشاهد هذه المناظر. نعم يا محمد. تذكر صديقنا راشد الذي كان المريالمي. كان في كليتنا. نعم كان يدرس معنا. أيوة. نعم هو اتصل معي قبل مدة من نزولي من البيت. فقال لي معلومات عن كيرلا. الآن وصلنا إلى كيرلا. والله أنا كنت جذاب جدا أن أرى هذه المشاهد كلها. والله عجيب جدا. هو قال لي اسما آخر لكيرلا، هل تعلم ما هي؟ تتذكر هو قال لا أيام الدراسة أيضا. لا يأتي إلى ذكرياتي، ولكن قل لي أنا أرض الله. يا الله هذا الاسم عظيم جدا الذي صحيح بقلبي. نعم محمد، لأنني لماذا هذا الاسم عجبني إذا سئلت كذا أنا أقول لأن لكل الأرض ما أنعم الله مثل أنعم هذا الأرض كيرلا. تعرف لماذا سميت هذه الأرض كنت على وشك التساؤل عليك يا محمد، لماذا سمي هكذا؟ نعم كما تعرف أنا تخصصي التاريخ نعم أظنك قد أخذت مادة التاريخية في كلية. نعم أيوة. علامة كاملة في مادة التاريخ. فندرس في التاريخ أنه التجار العربيون الذين أتوا إلى الهند ليتاجروا بضائعهم. أيوة. عندما رأوا من نعم الله في كيرلا من أنهارها وأشجارها وأدغالها وجبالها الضخمة وأنهارها يعني جمالها وطبيعتها خيالية الجذابة. عندما رأوا كل هذا تعجبوا كثيرا. من بدأ من أبدع سبحان من أبدع في خلقه. أيوة صحيح. عندما رأوا كل هذا من نعم الله عجبوا تعجبوا من المناظر. على الحقيقة هذا منظر الشهيد الجذاب ما لهم منظرهم عجبا عجيبا. هذه المنطقة وهذه الأرض صحيح. بأرض الله. نعم صحيح. هذه ولكن يا محمد هل فيها يعني من ينضم المسافرين إلى الكيرلا هم فقط العرب؟ نعم. أظن كان هناك من فيهم الأوروبا، أهل كيرلا وأهل الأرجنتين والبرتغالي. ليس العرب فقط، كانت هناك الكثير من الدول. يا محمد قبل ما أنزل من بيتي كنت أكتشف في كروم في جوجل عن بعض طبيعات كيرلا، ولكنني أنا رأيت هناك بعض مشاكل يعني بالضرورات التي يؤدي إلى سلبيات عديدة أظن يزداد في كيرلا حاليا. نعم عندما درسوا هذه الحال في كيرلا. الآن كانت قديما كيرلا أرض طبيعية جذابة. نعمات
الله ينعم عليهم ما نعم على ولكن أي الآن أحد عندما آخر. نشاهد كيرلا نرى فيها الدخان والمصيبات أيوة هذا ما ذكرتك يا محمد. وتلوث البيئة والمياه. محمد يا الله. جديرا بذكر أن الناس هل تعرف من الذي يسبب هذا كل الضررات هذا السلبيات؟ محمد إنهم هذا- الإنسان. نعم ليس الإنسان. نقطة مهمة. نحن ليس الإنسان. نعم. ولكن نحن. يا نعم. محمد أذكر في هذا وقت المضيق جدا نعم. قول مهاتما غاندي ما قال الموارد الموارد الطبيعية الطبيعية ليست مجرد لهذا لحال الجيل جيل فقط. ولكن لمستقبل نعم، قادمة. صحيح. ولو كل الإنسان ولو كل الناس أناس يتأمل في هذا الشيء. نعم هذا الشيء. എന്തായാലും എനിക്ക് ഇവർ സംസാരിക്കുന്നത് ഏറെക്കുറെ അല്ല, മനസ്സിലായിട്ടുണ്ട് എനിക്ക് ശ്രീജിത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഞാൻ പറയട്ടെ മനസ്സിലായിട്ടില്ല. എനിക്ക് കേരളത്തെ ഞാൻ- കുറിച്ച് ഞാൻ- മനസ്സിലായി. ഞാൻ പറയാം കേരളത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇവർ ചർച്ച ചെയ്തത്. ഞാനല്ല കേരളത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി. കേരളത്തിന്റെ പ്രകൃതി എത്ര ഗൂഗിൾ മനോഹരം. ക്രോമിന് എന്തോ സംഭവിച്ചു എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നു. അല്ലല്ല കേരളത്തിലെ ഫുഡ് എത്ര മനോഹരം. കേരളത്തിലെ പിന്നെ മഹാത്മാഗാന്ധിയുടെ കാര്യം പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി കേരളത്തിലില്ലല്ലോ. മഹാത്മാഗാന്ധി കേരളത്തിന്റെ ഭാഗം കൂടി അല്ല കേരളത്തിന്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത് ഇവരോട് തന്നെ ചോദിക്കാം. അതാണ് നല്ലത്. എന്താണ് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചത്? മഹാത്മാഗാന്ധി ഞാൻ പറയണ്ടേ ഒരിക്കലും നമ്മളിപ്പോൾ ജനറേഷനുകളിൽ മാത്രമല്ല നമ്മൾക്കിവിടെ ഓരോ സ്രോതസ്സുകളും മവാരിതുകളൊക്കെ ഇപ്പോഴുള്ള ജീലുകൾക്ക് മാത്രമല്ല ഇപ്പോഴുള്ള ജനറേഷന് മാത്രമല്ല ഇനി വരുന്ന ഒരു ജനറേഷനും കൂടി അതൊക്കെ നമ്മളിവിടെ ബാക്കിയാക്കി വെക്കുകയാണ്. എത്രത്തോളം നമുക്ക് കേരളത്തിനായിട്ട് മറ്റൊരു രാജ്യത്തിനോ മറ്റൊരു നാടിനോ അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ അനുഗ്രഹം ദൈവം തന്നിട്ട് പോലും ഈ ഒരു കാലത്ത് മനുഷ്യർ അതിനെ എത്രത്തോളമാണ് വിനിയോഗിക്കുന്നത് അതായത് ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് നമുക്ക് ആവേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മളൊരു ഈ വാർത്ത. എന്തായാലും അത് വളരെ നല്ലൊരു സന്ദേശമാണ് ഇവർ ഈ ഒരു കലാരൂപത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്.